എഗ്രോണമിയുടെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നൊരു പോർഷനാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സസ്റ്റൈനബിലിറ്റി, പിന്നെ അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ കൺസർവേഷൻ അഗ്രികൾച്ചർ സ്ട്രാറ്റജീസ് ഒക്കെ എന്താണ്, അതുപോലെ കുറച്ച് എന്താ പറയാ ഹിയ, അതായത് HEIA, LEIA, അതുപോലെ ലീസ, അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റ്സും പിന്നെ ഹോംസ്റ്റെഡ് ഫാമിംഗ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിലോട്ട് കടക്കാം. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സസ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു വേർഡ്, അതായത് നമ്മുടെ ഈ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിലെ ഈ സസ്റ്റെയിൻ എന്ന് പറയുന്ന വേർഡ് ഒരു ലാറ്റിൻ വേർഡായ സസ്റ്റിനറിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതില് സസ് എന്ന് പറഞ്ഞാൽ ഫ്രം ബിലോ എന്നും ടെനറി എന്ന് പറഞ്ഞാൽ ടു ഹോൾഡ് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിൽ സസ്റ്റെയിൻ എന്ന് പറയുന്ന വേർഡ് ഒരു ലാറ്റിൻ വേർഡായ സസ്റ്റിനറിയിൽ നിന്നാണ് വന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് അഗ്രികൾച്ചർ എയിംഡ് അറ്റ് മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് പ്രസന്റ് ജനറേഷൻ വിത്തൗട്ട് എൻഡേഞ്ചറിങ് ദ റിസോഴ്സ് ബേസ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. അതായത് എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ജനറേഷന്റെ നീഡ്സ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് എൻഡേഞ്ചറിങ്, അതായത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന്റെ റിസോഴ്സസിനെ ഒന്നും നമ്മൾ എൻഡേഞ്ചർ ചെയ്യാതെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ജനറേഷന്റെ നീഡ്സിനെ എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് അഗ്രികൾച്ചറിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഡെഫിനിഷൻ അങ്ങനെ തന്നെ ചിലപ്പോൾ ചോദിക്കാം. അതായത് ഇങ്ങനെ വിച്ച് ഈസ് ദ ഫോം ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് ഹെൽപ്സ് ഇൻ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് പ്രസന്റ് ജനറേഷൻ വിത്തൗട്ട് എൻഡേഞ്ചറിങ് ദ റിസോഴ്സ് ബേസ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ, അങ്ങനെ തന്നെ ചോദിക്കാം. സോ അത് ഒന്ന് ഓർത്തിരിക്കുക, ഇറ്റ് ഈസ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഓക്കെ, ഇനി അടുത്ത എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ, അതായത് നമ്മുടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, അതായത് ഹ്യൂമന്റെ നീഡ്സ് എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ നീഡ്സിനെ എല്ലാം ഒരു സക്സസ്ഫുൾ ആയ ഒരു റിസോഴ്സ് മാനേജ്മെന്റ് വഴി നമ്മൾ മീറ്റ് ചെയ്യുകയും എങ്ങനെ, വൈൽ മെയിൻറ്റെയിനിങ് ഓർ എൻഹാൻസിങ് ദ ക്വാളിറ്റി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് കൺസേർവിങ് നാച്ചുറൽ റിസോഴ്സസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിൽ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മെത്തേഡ് ഓഫ് ഫാമിങ്ങിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസിങ് ഫുഡ് ആൻഡ് അതർ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഇൻ എ വേ ദാറ്റ് ഈസ് എൻവയോൺമെന്റലി സൗണ്ട്, അതുപോലെ സോഷ്യലി റെസ്പോൺസിബിൾ ആൻഡ് എക്കണോമിക്കലി വയബിൾ. ഈ 3 ടേംസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. കാര്യം നെക്സ്റ്റ് സ്ലൈഡ് വരുന്നുണ്ട്. നമ്മുടെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന്റെ മേജർ ആയിട്ടുള്ള 3 ഗോൾസ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ എൻവയോൺമെന്റൽ ഹെൽത്ത്, എക്കണോമിക് എഫിഷ്യൻസി, അതുപോലെ സോഷ്യൽ എക്കണോമിക് ഇക്വിറ്റി. ഇത് 3ഉമാണ് നമ്മുടെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന്റെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പ്രോബ്ലംസ് ആൻഡ് ഇമ്പാക്ട്സ് ഓൺ അഗ്രികൾച്ചറിലോട്ട് വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വേൾഡ് വാർ 2 ഒക്കെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഫുഡിന്റെയും അതുപോലെ ഫൈബർ പ്രൊഡക്ഷൻ ഒക്കെ നല്ല രീതിക്ക് കൂടാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്, നമ്മൾ പുതിയ പുതിയ ടെക്നോളജീസും അതുപോലെ മെക്കനൈസേഷനും പിന്നെ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതോടുകൂടി തന്നെ എന്ത് ചെയ്തു, നമ്മുടെ പ്രൊഡക്ഷൻ നല്ല രീതിക്ക് കൂടാൻ തുടങ്ങി. പക്ഷെ ഇങ്ങനെ കൂടുന്നത് നമുക്ക് പോസിറ്റീവ് എഫക്റ്റ് ആണ്. ഇപ്പൊ പോസിറ്റീവ് എഫക്റ്റ് കിട്ടിയതോടൊപ്പം തന്നെ ഇത് ഒരുപാട് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കി. അതായത് ഇങ്ങനെ നമ്മൾ ഓവർ യൂസ് അല്ലെങ്കിൽ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കാരണം നമ്മുടെ ടോപ്പ് സോയിൽസിന്റെ ഡിപ്ലീഷൻ ഉണ്ടായി. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ്, നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിൽ കണ്ടാമിനേഷൻ ഉണ്ടായി. പിന്നെ നമ്മുടെ ഈ എന്താ പറയാ പ്രൊഡക്ഷന്റെ, നമ്മൾ ഓവറായിട്ടല്ലേ എല്ലാം കൊടുക്കുന്നത്, അപ്പൊ നമ്മുടെ പ്രൊഡക്ഷന്റെ കോസ്റ്റ് ഒക്കെ ഉണ്ടായി. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ അതിലെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മളിവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടിട്ടുണ്ട്, നോക്കാം. ഡിക്ലൈൻ ഇൻ അഗ്രികൾച്ചറൽ ഗ്രോത്ത് റേറ്റ്, അതായത് നമുക്കറിയാം ഇങ്ങനെ എന്താ പറയാ സോയിലൊക്കെ ഡിപ്ലീറ്റ് ആയി പോയി, അങ്ങനെ ഗ്രോത്ത് റേറ്റ് കുറയാൻ തുടങ്ങി. അതുപോലെ ഡിക്ലൈൻ ഇൻ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി, പിന്നെ ഫുഡ് പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ് കൾട്ടിവേറ്റഡ് ഏരിയ ഒക്കെ കുറയാനായിട്ട് തുടങ്ങി. പിന്നെ മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് വളരെ രീതിക്ക് കൂടാൻ തുടങ്ങി. അതായത് ഫുഡിന്റെ ക്വാളിറ്റി ഒക്കെ കുറയുകയും അതുപോലെ തന്നെ എന്ത് സംഭവിച്ചു, നമ്മുടെ എന്താ പറയുന്ന ഫുഡിന്റെ ഈ ചില ന്യൂട്രിയൻസ് നമ്മൾ എക്സസ് ആകുമ്പോൾ നമുക്കറിയാം വേറെ ചിലതിന് അത് ആന്റഗോണിസ്റ്റിക് എഫക്റ്റ് കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻസ് എടുക്കുന്ന സമയത്ത് അവർക്കും അതിന് ബോഡിയിൽ അത് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കിട്ടുന്ന ഗ്രെയിൻസിലൊക്കെ വളരെ കുറച്ച് നമുക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ ആകും.
അങ്ങനെ മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടായി. അതുപോലെ തന്നെ എന്ത് ചെയ്തു, പിന്നെ മാൽ ന്യൂട്രീഷൻ പോലെ തന്നെ നമുക്ക് ഫുഡ് വളരെ കുറയുന്ന സമയത്ത് എന്താണ് ഫുഡിന്റെ നീഡ്, അതായത് എല്ലാവർക്കും ഫുഡ് എത്തുന്നില്ല, ആ ഒരു കണ്ടീഷനായി. പിന്നെ നമ്മുടെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ, അതായത് എന്താ പറയാ, ഇങ്ങനെ കെമിക്കൽസ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നതോടുകൂടി തന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടായി. ഇൻക്രീസിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ അതുപോലെ തന്നെ ലോ ഫാം ഇൻകം, പിന്നെ ഇൻക്രീസിങ് അൺഎംപ്ലോയ്മെന്റ്, ഇങ്ങനെ കുറെ പ്രോബ്ലംസ് ഒക്കെ എറൈസ് ചെയ്തു. സോ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന്റെ എന്താ പറയാ, നമുക്ക് അതൊരു നല്ല ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാം സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മേജർ അപ്രോച്ചസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, മാക്സിമൈസ് ബയോഡൈവേഴ്സിറ്റി ഓൺ ഫാം, അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് സോയിൽ ആൻഡ് വാട്ടർ, പിന്നെ കീപ് ദ സോയിൽ കവേർഡ് യൂസിങ് എന്താണ് നമ്മുടെ കവർ ക്രോപ്സോ മൾച്ചസോ എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്ത് കീപ് ദ സോയിൽ കവേർഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ മെയിൻ അപ്രോച്ച് ആണ് കേട്ടോ. അതായത് എന്തൊക്കെയാ, ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ്, പിന്നെ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്, ഇന്റഗ്രേറ്റഡ് വീഡ് മാനേജ്മെന്റ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കൺസർവേഷൻ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ബിൽഡ് സോയിൽ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി, പിന്നെ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് ത്രൂ എന്താണ് ക്രോപ്പ് റൊട്ടേഷനും അങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ കൂട്ടുന്നു. പിന്നെ അതുപോലെ പ്രൊട്ടക്ട് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, വാല്യൂ അഡീഷൻ ഫോർ പ്രൊട്ടക്ടിങ് പ്രോഫിറ്റ്സ്, കൺസർവേഷൻ ഓഫ് എനർജി, സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റോക്ക് റിയറിംഗ് പ്രാക്ടീസസ്. അപ്പൊ ഇതൊക്കെയാണ് സം ഓഫ് ദ മേജർ അപ്രോച്ചസ് ഓഫ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ വായിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന്റെ അപ്രോച്ചസ് എന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഓർമ്മ വരണം. ഓക്കെ, ഇനി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് അഗ്രികൾച്ചറൽ സസ്റ്റൈനബിലിറ്റി. ഓക്കെ, അപ്പം ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സസ്റ്റൈനബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതായത് ഇതൊരു എന്താ പറയുക, ഡിഫിക്കൾട്ട് ടു മെഷർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? ആൻഡ് ഈ സസ്റ്റൈനബിലിറ്റി നമുക്കറിയാം ഒരു ലോങ് ടൈമിലേക്ക് നിൽക്കുന്ന ഒരു സാധനമാണ് അല്ലേ. ഇറ്റ് ഓപ്പറേറ്റ്സ് ഓവർ എ ലോങ് ടൈം സ്കെയിൽ ആണ്. സോ നമുക്ക് ആസ് സച്ച് സസ്റ്റൈനബിലിറ്റി കനോട്ട് ബി മെഷേർഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദ ബെസ്റ്റ് വി ക്യാൻ ഡു ഈസ് ടു ഐഡന്റിഫൈ മെഷറബിൾ ഫിനോമിന ദാറ്റ് വെൻ പുട്ട് ടുഗദർ സജസ്റ്റ് ഹൗ സസ്റ്റൈനബിൾ അവർ സിസ്റ്റം മൈറ്റ് ബി. ദീസ് ആർ കോൾഡ് ഇൻഡിക്കേറ്റേഴ്സ്. അതായത് നമുക്ക് ചില ഫിനോമിനാസ് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം, ഓക്കെ, മെഷറബിൾ ആയിട്ടുള്ള ഇന്ന കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്തത് വെച്ച് നമുക്ക് അതിന്റെ ബേസിസിൽ പറയാം ഈ സിസ്റ്റം സസ്റ്റൈനബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സസ്റ്റൈനബിലിറ്റി എന്തിനാണ്? ഹെൽപ്സ് ടു ഐഡന്റിഫൈ, ക്വാണ്ടിഫൈ ആൻഡ് ഇവാലുവേറ്റ് ദ എഫക്ട് ഓഫ് അഗ്രികൾച്ചർ. ഇനി many professionals agree that at least 3 criteria should guide the development of sustainability indicators. അതായത് നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ 3 ക്രൈറ്റീരിയ എങ്കിലും മീറ്റ് ചെയ്യണം എന്ന് ചില പ്രൊഫഷണൽസ് ഒക്കെ ഇങ്ങനെ അഗ്രി ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, പോളിസി റിലവൻസ്. എന്താണ്? Indicators should address the issues of primary concern to a country or district and receive the highest priority. അതായത് അവിടുത്തെ പ്രൈമറി കൺസേൺ എന്താണ്, അവിടുത്തെ പ്രൈമറി ഇഷ്യൂ എന്താണ്, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കണം ആ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. പിന്നെ പ്രഡിക്റ്റബിലിറ്റി, അതായത് ടു അലോ എ ഫോർവേഡ് ലുക്കിംഗ് പെർസ്പെക്റ്റീവ് ദാറ്റ് ക്യാൻ പ്രൊമോട്ട് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ ഓൺ ഇഷ്യൂസ് ബിഫോർ ദേ ബിക്കം ടു സിവിയർ. അതായത് ടു സിവിയർ ആകുന്നതിന് മുന്നേ തന്നെ നമുക്കതിന് പ്ലാനിങ്ങും പിന്നെ ആ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിലൊരു ഡിസിഷൻ നമുക്ക് എടുക്കാനും ഒക്കെ സാധിക്കുന്നതായിരിക്കണം. പിന്നെ മെഷറബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആ ഇൻഡിക്കേറ്റേഴ്സിനെ മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എയ്തർ എങ്ങനെ, ക്വാളിറ്റേറ്റീവ് ആയിട്ടോ ക്വാണ്ടിറ്റേറ്റീവ് ബേസിസിലോ നമുക്കിതിനെ മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇങ്ങനെ ഒന്നും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല നിങ്ങൾ ഇത്, പക്ഷെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കാര്യം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വന്നാൽ ജസ്റ്റ് നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ എഴുതാൻ പറ്റണം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അതിൽ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നമുക്ക് നോക്കാം. കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ സോയിൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം
സോയിൽ ഹെൽത്തിന്റെ ബേസിസിൽ നമുക്ക് പറഞ്ഞൂടെ ആ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സിസ്റ്റം സസ്റ്റൈനബിൾ ആണോ അല്ലേ എന്ന് നമുക്ക് സോയിൽ ഹെൽത്തിന്റെ ബേസിസിൽ പറയാം. അതായത് സോയിൽ ഓർഗാനിക് മാറ്റർ കണ്ടന്റ്, സോയിൽ സ്ട്രക്ചർ, ന്യൂട്രിയന്റ് അവൈലബിലിറ്റി, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോ ഒരു സിസ്റ്റം എടുത്തു, ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ സിസ്റ്റം നമ്മൾ ഒരു സ്ഥലത്ത് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ, നമ്മൾ അതിന്റെ സ്റ്റാർട്ടിംഗ് ഓഫ് ദി എക്സ്പെരിമെന്റേഷൻ നമ്മൾ അവിടുത്തെ സോയിൽ ഓർഗാനിക് മാറ്റർ കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു, കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, അതായത് ഓവർ എ ലോങ് പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുവാണ് വെദർ ദാറ്റ് സിസ്റ്റം ഈസ് സസ്റ്റൈനബിൾ ഓർ നോട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പിന്നും സോയിൽ ഓർഗാനിക് മാറ്റർ കണ്ടന്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കും. അപ്പൊ മെഷർ ചെയ്ത് നോക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം നോ ഇറ്റ് ഈസ് നോട്ട് സസ്റ്റൈനബിൾ. കാര്യം എന്താണ്, അത് ഇപ്പോഴത്തെ നീഡ്സിനെല്ലാം മീറ്റ് ചെയ്ത് ഇപ്പോഴത്തെ പോപ്പുലേഷന് കൊടുക്കുന്നുണ്ട്, ജനറേഷന് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, അത് അതിന്റെ ഫ്യൂച്ചർ ജനറേഷൻ എന്താ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. ബട്ട് അതിന്റെ റിവേഴ്സ് ആയിരുന്നു നടന്നിരുന്നെങ്കിലോ, ഇപ്പൊ സോയിൽ ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് എത്രയായിരുന്നു അത് തന്നെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുവാണ്, ഓവർ എ ലോങ് റണ്ണും അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുവാണ്, അല്ലെങ്കിൽ അതിനെക്കാട്ടിയും കൂടുകയാണ് എന്നാൽ നമുക്ക് പറയാം എന്താണ്, യെസ് ഇറ്റ് ഈസ് സസ്റ്റൈനബിൾ എന്ന് നമുക്ക് പറയാം. അങ്ങനെ സോയിൽ ഹെൽത്തിന്റെ ഈ പല ഫാക്ടേഴ്സിനെ വെച്ച് നമുക്ക് സസ്റ്റൈനബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി, വാട്ടർ ക്വാളിറ്റിക്ക് അകത്ത് വരുന്നതാണ് മെഷർ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് പെസ്റ്റിസൈഡ് കോൺസെൻട്രേഷൻ ആസ് വെൽ ആസ് മെഷർ ഓഫ് pH ആൻഡ് ടർബിഡിറ്റി. ഇതിന്റെയൊക്കെ ബേസിസിൽ നമുക്ക് പറയാം. പിന്നെ ബയോഡൈവേഴ്സിറ്റി നമുക്കറിയാലോ, നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ കൗണ്ട് എടുക്കുന്നു. ഓക്കെ, അതിന്റെ കൗണ്ട് എടുത്തിട്ട് നമുക്ക് പറയാം നമ്മുടെ ബെനിഫിഷ്യൽ മൈക്രോ ഓർഗാനിസംസ് ഓവർ എ ലോങ് പീരീഡ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തും അതിന്റെ എന്താ പറയാ അത് അതേപോലെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതിന്റെ പോപ്പുലേഷൻ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, അതിന്റെ ബേസിസിൽ നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ എനർജി യൂസ്, എമൗണ്ട് ഓഫ് എനർജി യൂസ്ഡ് പെർ യൂണിറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് ആസ് വെൽ എസ് ദ പ്രൊപ്പോർഷൻ ഓഫ് എനർജി ഡിറൈവ്ഡ് ഫ്രം റിന്യൂവബിൾ സോഴ്സസ്, അതിന്റെ ബേസിസിൽ നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് വയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, മെഷർ ഫാം പ്രോഫിറ്റബിലിറ്റി ആസ് വെൽ എസ് മെഷർ ഓഫ് എക്കണോമിക് റിസൈലൻസ് ആൻഡ് ഡൈവേഴ്സിറ്റി. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ വെൽബീയിങ്, അതായത് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയുടെ മെഷർമെന്റ്, ലേബർ കണ്ടീഷൻ ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്. സോ ഇതിന്റെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ് വെദർ നമ്മുടെ ആ സിസ്റ്റം സസ്റ്റൈനബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതൊക്കെ. ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കുവാണ്, നമ്മുടെ അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ്. അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ എന്നൊരു പോർഷൻ നമ്മുടെ സിലബസിലുണ്ടല്ലോ. സോ അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് ഇതിലെന്താ പറയുന്നത്, അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ പറയാ, നമ്മുടെ ഇപ്പം ഇത് നമുക്ക് ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കാം. അഡാപ്റ്റേഷൻ എൻടെയിൽസ് foreseeing the negative consequences of climate change and acting appropriately to stop or reduce the harm they may bring. അതായത് നമുക്കറിയാം അതിന്റെ നെഗറ്റീവ്, ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചിന്റെ നെഗറ്റീവ് കോൺസിക്വൻസസ് വന്നു. അപ്പൊ എന്ത് ചെയ്യാ, വന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്മളൊരു അപ്രോപ്രിയേറ്റ് രീതിയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യുക, അത് കോസ് ചെയ്യുന്ന ഹാമിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവോൾവ്സ് മേക്കിംഗ് ചേഞ്ചസ് ടു അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ആൻഡ് സിസ്റ്റംസ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ചിങ് ക്ലൈമറ്റിക് കണ്ടീഷൻ. അതായത് നമുക്കറിയാം ക്ലൈമറ്റിക് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസിൽ മാറ്റം വരുത്തി കൊടുക്കും. ഓക്കെ, അതായത് കുറച്ച് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വാട്ടർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുവാണ്, ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഇൻ കേസ് നമുക്കറിയാം നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിസൾട്ട് ആയിട്ട് ഡ്രൗട്ട് വരുവാണെന്നിരിക്കുക. അപ്പൊ ഡ്രൗട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അന്നേരം വാട്ടർ കൺസർവേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യണം. അതായത് ഇപ്പോ എന്താ പറയാ, നമ്മുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോലെ നമ്മൾ വാട്ടറിനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് വാട്ടർ കൊടുക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ വാട്ടറിനെ മാക്സിമം കുറച്ച് നല്ല ഹൈ എഫിഷ്യന്റ് ആയിട്ട് പ്ലാന്റ്സിന് കൊടുക്കുക. അതായത് ഇപ്പൊ ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള ടെക്നിക്സ് ഒക്കെ വെച്ച് നമ്മൾ കൊടുക്കുക, വാട്ടർ റീസൈക്ലിംഗ് ചെയ്യുക, അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്തു കൊടുത്ത് എന്താ പറയാ ഈ കണ്ടീഷന് നമുക്ക് അഡാപ്റ്റ് ചെയ്യപ്പെടാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം അടുത്തതാണ് നമ്മുടെ പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെന്റ്. അതായത്
ഇപ്പോ നമുക്ക് നേരത്തെ അറിയാലോ, ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിസൾട്ട് വഴി പെസ്റ്റ് ആൻഡ് ഡിസീസ് വരുന്ന സമയത്ത് അതിനെ തടയാൻ വേണ്ടിയുള്ള അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ എടുക്കുക. പിന്നെ സോയിൽ കൺസർവേഷൻ, അതായത് ഇപ്പൊ നമ്മുടെ കവർ ക്രോപ്പിങ്ങോ അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷനോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സോയിലിന്റെ ഹെൽത്തും അതുപോലെ ഫെർട്ടിലിറ്റി ഒക്കെ കൂട്ടാം. പിന്നെ നമ്മുടെ സോയിൽ ഇറോഷൻ ഒക്കെ കുറയ്ക്കാം. അതുപോലെ മോയ്സ്ചറിന്റെ റിട്ടൻഷൻ, നമ്മുടെ സോയിലിലുള്ള മോയ്സ്ചറിന്റെ റിട്ടൻഷനൊക്കെ നല്ല രീതിക്ക് കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ ഇംപ്രൂവ്ഡ് ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ഈ കാറ്റിൽസിനൊക്കെ നല്ല ഫീഡും അതുപോലെ നല്ല ഷെയ്ഡും ഒക്കെ കൊടുക്കുക. പിന്നെ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പം വരുന്ന ആ കണ്ടീഷന് അഡാപ്റ്റ് ആകുന്ന ക്രോപ്സിനെ നമ്മൾ മിക്സ് ചെയ്ത് നടുക. അതായത് ഇപ്പം ചില ക്രോപ്സ് അഡ്വേഴ്സ് കണ്ടീഷനിൽ വളരുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെയുള്ള ക്രോപ്സിനെ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ, ക്ലൈമറ്റ് റിസൈലന്റ് സീഡ് വെറൈറ്റീസിനെയൊക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുക. ഇപ്പൊ പുതിയതായിട്ട് കുറെ ക്ലൈമറ്റ് റിസൈലന്റ് വെറൈറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ, അതായത് നമ്മുടെ ഈ പ്രശ്നമുള്ള കാലാവസ്ഥയിലും വളരാൻ പറ്റുന്ന വെറൈറ്റീസിനെയൊക്കെ നമ്മൾ വളർത്തുക. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. സോ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസിൽ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, വിത്ത് റെസ്പെക്ട് ടു ക്ലൈമറ്റ് ചേഞ്ച്, മിറ്റിഗേഷൻ മീൻസ് ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ആൻഡ് എൻഹാൻസിങ് സിങ്ക്. അതായത് നമ്മളെ എങ്ങനെ നമുക്ക് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ കുറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ സിങ്കിനെ എങ്ങനെ കൂട്ടാം. സിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാലോ, നമ്മുടെ ഈ എന്താ പറയാ, കാർബൺ സെക്വിസ്ട്രേഷൻ പോലെ മെത്തേഡ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡിനെ കുറയ്ക്കാനായിട്ട് പറ്റും. ഈ കാർബൺ സെക്വിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇപ്പം പ്ലാന്റ്സിനെയൊക്കെ നടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ പ്ലാന്റ്സ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പ്ലാന്റ്സ് മരിക്കുന്ന സമയത്ത് അത് സോയിലിൽ ആഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു സൈക്കിൾ നടക്കുന്നു അല്ലേ. അതിനാണ് നമ്മൾ കാർബൺ സെക്വിസ്ട്രേഷൻ, അതായത് അവിടെ ഒരു എന്താ പറയാ, ഈ കാർബണിന്റെ കോൺസെൻട്രേഷനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കീ മിറ്റിഗേഷൻ ടെക്നോളജീസ് ഇൻ അഗ്രികൾച്ചർ ഇൻവോൾവ്സ് എന്തൊക്കെയാണ്, കൺസർവേഷൻ ടില്ലേജ്, അതായത് മിനിമം അല്ലെങ്കിൽ സീറോ ടില്ലേജ്, ക്യാൻ റെഡ്യൂസ് എന്താണ്, കാർബൺ എമിഷൻ, അതായത് ഇപ്പം മിനിമമോ സീറോ ടില്ലേജോ ഒക്കെ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് ട്രാക്ടറിന്റെ ഉപയോഗമൊക്കെ വളരെ കുറച്ച് മതി. അതുവഴി എന്താണ്, കാർബൺ എമിഷൻ വളരെ കുറയുന്നുണ്ട്. പിന്നെ അതുപോലെ പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ സിന്തറ്റിക് പെസ്റ്റിസൈഡ്സിന്റെ ഒക്കെ യൂസ് വളരെ അധികം കുറച്ചിട്ട് നമ്മൾ ഈ ബയോ പെസ്റ്റിസൈഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉള്ള റിസർച്ചിൽ കുറച്ചുകൂടെ ഇന്റൻസിഫിക്കേഷൻ നടത്തുക. അതുപോലെ തന്നെ ഇൻസെക്റ്റിന്റെ ഫോർകാസ്റ്റിംഗ് മോഡൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ പെസ്റ്റ് മാനേജ്മെന്റിൽ വരുന്നത്. അതുപോലെ ഇംപ്രൂവ്ഡ് അഗ്രോണമിക് പ്രാക്ടീസസ്, ഇതിനകത്ത് നമ്മുടെ ക്രോപ്പ് റൊട്ടേഷൻ, പിന്നെ അതുപോലെ കൺസർവേഷൻ ആൻഡ് പ്രിസിഷൻ ഫാമിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എവിടെയാണോ ആ ന്യൂട്രിയന്റിന്റെ കുറവുള്ളത് ആ സ്ഥലത്ത് നമുക്ക് പ്രിസൈസ് ആയിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുവഴി എന്ത് ചെയ്യാം, നമ്മുടെ വേസ്റ്റേജ് അല്ലെങ്കിൽ എമിഷനെയൊക്കെ വളരെ രീതിക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ അടുത്ത എന്താണ്, ന്യൂട്രിയൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ സ്ട്രെങ്തനിങ് സർവീസസ് ടു പ്രൊവൈഡ്, അതായത് നമ്മുടെ ബയോ ഫെർട്ടിലൈസേഴ്സ് പോലുള്ള എന്താ പറയാ, ബയോ ഫെർട്ടിലൈസേഴ്സിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അതുവഴി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ നമ്മൾ കുറച്ച് കുറയ്ക്കാനായിട്ട് നോക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ന്യൂട്രിയൻ മാനേജ്മെന്റ് വരുന്നത്. പിന്നെ അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാർബൺ സെക്വിസ്ട്രേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ ചെടികളെ വെച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ മരങ്ങളെ വെക്കുന്നു. അതുപോലെ അഗ്രോ ഫോറസ്ട്രി, അതാണ് ഈ അഗ്രോ ഫോറസ്ട്രി വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ലൈഫ് സ്റ്റോക്സ് എന്ന് പറയുന്നത് ഒരു മെയിൻ കോൺട്രിബ്യൂട്ടർ ആണല്ലേ, ഈ മീഥേൻ എമിഷന്റെ ഒക്കെ വളരെ ഒരു നല്ല കോൺട്രിബ്യൂട്ടർ ആണ്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് മെത്തേഡ്സും അതുപോലെ നല്ല ഫീഡും നല്ല മാനേജ്മെന്റ് പ്രാക്ടീസസ് വഴി നമുക്ക് മീഥേൻ എമിഷൻ ഒക്കെ വളരെ നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും.
നെക്സ്റ്റ് നമ്മുടെ കൺസെപ്റ്റ് ആണ് കൺസർവേഷൻ അഗ്രികൾച്ചർ. സോ കൺസർവേഷൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് ഫോർ റിസോഴ്സ് സേവിംഗ് അഗ്രികൾച്ചർ ക്രോപ്പ് പ്രൊഡക്ഷൻ ദാറ്റ് സ്ട്രൈവ്സ് ടു അച്ചീവ് അക്സെപ്റ്റബിൾ പ്രോഫിറ്റ് ടുഗദർ വിത്ത് ഹൈ ആൻഡ് സസ്റ്റെയിൻഡ് പ്രൊഡക്ഷൻ ലെവൽ വൈൽ കൺകറന്റ്ലി കൺസേർവിംഗ് ദ എൻവയോൺമെന്റ്. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു റിസോഴ്സ് കൺസർവേഷൻ അല്ലെങ്കിൽ റിസോഴ്സ് സേവ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ സിസ്റ്റം ചെയ്യുകയും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, നമുക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ഹൈ ആയിട്ടുള്ള പ്രോഫിറ്റോ അല്ലെങ്കിൽ എന്താ പറയുക ഹൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ലെവലോ അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ലെവലോ കിട്ടുന്നു വൈൽ കൺകറന്റ്ലി കൺസർവിംഗ് ദ എൻവയോൺമെന്റ്. അതാണ് നമ്മുടെ കൺസർവേഷൻ അഗ്രികൾച്ചറിൽ നടക്കുന്നത്. ഇതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കൺസർവ്, ഇംപ്രൂവ് ആൻഡ് മേക്ക് മോർ എഫിഷ്യന്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ത്രൂ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഓഫ് അവൈലബിൾ സോയിൽ, വാട്ടർ ആൻഡ് ബയോളജിക്കൽ റിസോഴ്സസ് കമ്പൈൻഡ് വിത്ത് എക്സ്റ്റേണൽ ഇൻപുട്ട്. ഇതാണ് ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് പറയാം ഒരു റിസോഴ്സ് എഫിഷ്യന്റ് അല്ലെങ്കിൽ ഒരു റിസോഴ്സ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ ആണ് നമ്മുടെ കൺസർവേഷൻ അഗ്രികൾച്ചർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ മെയിൻ എയിം അല്ല, ഇതിന് 3 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. കൺസർവേഷൻ അഗ്രികൾച്ചറിന് നമുക്ക് പറയാം ഇതിന് 3 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ മിനിമം സോയിൽ ഡിസ്റ്റർബൻസ്. മിനിമം സോയിൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറക്റ്റ് പ്ലാന്റിംഗ് ഓഫ് ക്രോപ്പ് സീഡ്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ക്രോപ്പ് സീഡ്സിന് നടുന്നു. അതുവഴി എന്ത് ചെയ്യാം, നമുക്ക് സോയിൽ ഇറോഷനെ പ്രൊട്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്യൂവലും ടൈമും ലേബർ കോസ്റ്റും ഒക്കെ സേവ് ചെയ്യാം. പിന്നെ ഇൻക്രീസ് സോയിൽ ഓർഗാനിക് മാറ്റർ ആൻഡ് ബെറ്റർ വാട്ടർ ഇൻഫിൽട്രേഷൻ. ഇതൊക്കെയാണ് നമ്മുടെ മിനിമം സോയിൽ ഡിസ്റ്റർബൻസ് വഴി നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ. അതുപോലെ തന്നെ പെർമനന്റ് കവർ ക്രോപ്പ്. ഇതാണ് നമ്മുടെ കൺസർവേഷൻ അഗ്രികൾച്ചറിന്റെ സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം പെർമനന്റ് കവർ ക്രോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? എസ്പെഷ്യലി ബൈ ക്രോപ്പ് റെസിഡ്യൂ അല്ലെങ്കിൽ കവർ ക്രോപ്സ് യൂസ് ചെയ്തിട്ട് ഇവിടെ റീസൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ് വരുന്നു. അതുപോലെ തന്നെ നമ്മളെ കാർബൺ സെക്വിസ്ട്രേഷൻ വരുന്നു. പിന്നെ വീഡ്സിനെ സപ്രസ് ചെയ്യുന്നു. അതുപോലെ സോയിൽ ഇറോഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു. നമ്മുടെ കവർ ക്രോപ്പ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇറോഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു. അടുത്ത തേർഡ് പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ ക്രോപ്പ് റൊട്ടേഷൻ ആൻഡ് ഇന്റർ ക്രോപ്പിംഗ്. അതായത് എഫിഷ്യന്റ് വാട്ടർ. ക്രോപ്പ് റൊട്ടേഷൻ വഴി നമ്മൾ അതിന്റെ കൺസെപ്റ്റ് ഒക്കെ അറിയത്തില്ലേ? അതായത് നമ്മൾ ക്രോപ്പ് റൊട്ടേഷനിൽ എടുക്കുമ്പോൾ ഡിഫറെന്റ് റൂട്ടിംഗ് ഡെപ്തിലുള്ള പ്ലാന്റ്സിനെ ആയിരിക്കും ക്രോപ്പ് റൊട്ടേഷനിൽ എടുക്കുന്നത്. അതുവഴി എന്ത് ചെയ്യും? എഫിഷ്യന്റ് ആയിട്ടുള്ള വാട്ടർ യൂസ് നടക്കുന്നു. പിന്നെ കൺട്രോൾ പെസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. അതായത് ഒരേപോലുള്ള ക്രോപ്പ് തന്നെ നമ്മൾ പിന്നും വളർത്തുമ്പോൾ എന്ത് ചെയ്യും? ക്രോപ്പ് ഇൻസെക്ട് പെസ്റ്റിന്റെ അറ്റാക്ക് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ റൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ സോയിൽ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഈൽഡ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ കൺസർവേഷൻ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ 3 പ്രിൻസിപ്പിൾസ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് മിനിമം സോയിൽ ഡിസ്റ്റർബൻസ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു കവർ ക്രോപ്പ് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു സോയിൽ കവർ. പിന്നെ തേർഡ് എന്ന് പറയുന്നത് ക്രോപ്പ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഇന്റർ ക്രോപ്പിംഗ് ആണ്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ എക്കണോമിക് ബെനിഫിറ്റ് ദാറ്റ് പ്രൊവൈഡ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി. എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അഗ്രോണമിക് ബെനിഫിറ്റ് ദാറ്റ് ഇംപ്രൂവ് സോയിൽ പ്രൊഡക്ടിവിറ്റി. പിന്നെ എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ് ദാറ്റ് പ്രൊട്ടക്ട് സോയിൽ ആൻഡ് മേക്ക് അഗ്രികൾച്ചർ മോർ സസ്റ്റൈനബിൾ. അതായത് നമ്മുടെ ഈ 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ 3 പ്രിൻസിപ്പിൾസ് വഴി നമുക്ക് പറയാം ഇതിന്റെ പ്രൊഡക്ടിവിറ്റി കൂടും. അതുപോലെ ഫാമേഴ്സിന്റെ ഏർണിംഗ് കൂടി, എക്കണോമിക് ബെനിഫിറ്റ്സ് കൂടുന്നുണ്ട്. അതുപോലെ എന്തൊക്കെ കുറയുന്നു? നമ്മുടെ കാർബൺ എമിഷനും പിന്നെ നമ്മുടെ ഫ്യൂവലും ലേബറും പിന്നെ ഇറിഗേഷൻ വാട്ടറും ഒക്കെ നമുക്ക് നല്ല രീതിക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് HEIA. അതാണ് നമ്മുടെ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ. ഇത് ആസ് സച്ച് എന്താണ് എന്ന് തന്നെ ചോദിക്കാം. അതായത് HEIA സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ഈ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ ആ ടേമിൽ തന്നെ ഉണ്ടല്ലേ, ഹൈ എക്സ്റ്റേണൽ. അതായത് നമ്മൾ എക്സ്റ്റേണലി കുറച്ച് കൂടുതലായിട്ട് ഇൻപുട്ട് കൊടുക്കുന്ന അഗ്രികൾച്ചർ, അതിനെയാണ് ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ വേൾഡിന്റെ പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ്, വേൾഡിനെ പോപ്പുലേഷൻ കൂടുമ്പോൾ അവർക്കുള്ള ഫുഡ് ഡിമാൻഡും കൂടും. അപ്പം ഫുഡിന്റെ പ്രൊഡക്ഷനും കൂട്ടണം.
അപ്പം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് റിലൈസ് ഹെവിലി ഓൺ എക്സ്റ്റേണൽ ഇൻപുട്ട്. അതായത് എക്സ്റ്റേണൽ ഇൻപുട്ടിനെ വളരെ നല്ല രീതിക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് സച്ച് ആസ് സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഫോസിൽ ഫ്യൂവൽസിനെയൊക്കെ വളരെ കൂടുതൽ എമൗണ്ടിൽ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ഓഫൺ ഫോക്കസസ് ഓൺ മാക്സിമൈസിംഗ് yield ആൻഡ് പ്രോഫിറ്റ് ഇൻ എ ഷോർട്ട് ടേം without considering the long-term impact on environment or on the health and well-being of farmers and consumers. അതായത് നമ്മുടെ ഷോർട്ട് ടേമിലേക്ക് നമുക്ക് പ്രൊഡക്ഷൻ വേണം, അല്ലെങ്കിൽ ഈൽഡ് കൂടുതൽ വേണം. ആ ഒരു എയിമിലാണ് നമ്മൾ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ കൊടുക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ ആയിട്ട് ഇൻപുട്സ് കൊടുത്തിട്ട് പ്രൊഡക്ഷനെ വളരെ രീതിയിൽ കൂട്ടുന്നു. അതുവഴി നമുക്ക് ഈൽഡും പ്രോഫിറ്റും ഒക്കെ ഒരു ഷോർട്ട് ടേമിൽ വളരെ എമൗണ്ടിൽ കിട്ടുന്നു. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന്റെ ലോങ് ടേം ഇമ്പാക്ട് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് എങ്ങനെ എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യുന്നെന്നോ അല്ലെങ്കിൽ അത് എങ്ങനെ നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നെന്നോ അതൊന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ HEIA. മറന്നുപോയത് ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞു, നമ്മുടെ എന്തായിരുന്നു അതിൽ ഒരു ഷോർട്ട് ടേമിൽ ഹൈ ഈൽഡ് കിട്ടുക. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഹൈ ഈൽഡ് ആണ്, അതുപോലെ ഇൻക്രീസ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ ആണ്, പിന്നെ ലേബർ റിക്വയർമെന്റ് വളരെ കുറവാണ്, ലോ ഫുഡ് പ്രൈസസ്, കൂടുതൽ ഫുഡ് പ്രൊഡ്യൂസ് ആകുമ്പോൾ എന്ത് ചെയ്യും, പ്രൈസ് കുറയും അല്ലെ. അതുപോലെ ഇൻക്രീസ് ഇൻ ഇൻകം ആൻഡ് പ്രോഫിറ്റ് മാർജിൻ, പിന്നെ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ് ഇൻക്രീസ്ഡ്. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം അഡ്വാൻറ്റേജിനെ പോലെ തന്നെ നമുക്കറിയാം ഇത് വളരെ ഒരു നെഗറ്റീവ് എഫക്റ്റും കാണിക്കുന്നുണ്ട്. അതായത് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ വരുന്നുണ്ട്, സോയിൽ ഡീഗ്രഡേഷൻ, പിന്നെ അതുപോലെ ക്ലൈമറ്റിക് ചേഞ്ചിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഡിപ്പെൻഡൻസി ഓൺ എക്സ്റ്റേണൽ ഇൻപുട്സ്, പിന്നെ ഹെൽത്ത് റിസ്ക് നമ്മുടെ ഫാമേഴ്സിനും അതുപോലെ ഇത് കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമേഴ്സിനും ഹെൽത്ത് റിസ്ക് ഉണ്ടാകുന്നു. ലോക്കൽ വെറൈറ്റീസ് ഈ സ്പേസ് ഇൻ എക്സ്റ്റിങ്ഷൻ. എന്താണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചറിൽ ഹൈബ്രിഡ്സ്, അതായത് നമ്മുടെ ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള ഹൈബ്രിഡ്സിനെയൊക്കെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ആ കണ്ടീഷനിൽ എന്ത് ചെയ്യും, നമ്മുടെ ലോക്കൽ വെറൈറ്റീസ് ഒക്കെ എക്സ്റ്റിങ്ഷനിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. അടുത്തതാണ് LEIA. LEIA എന്ന് പറഞ്ഞാൽ എന്താണ്, ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ. ഇവിടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിഡക്ഷൻ but not necessarily elimination of chemical fertilizers, insecticides and herbicides. അതായത് നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ, ഇൻസെക്ടിസൈഡ്സിന്റെ, ഹെർബിസൈഡ്സിന്റെ യൂസിനെ നമ്മൾ ഒന്ന് കുറയ്ക്കുന്നു, പക്ഷെ എലിമിനേറ്റ് ചെയ്യുമല്ല, അതിന്റെ യൂസ് നമ്മൾ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം നമ്മൾ നമ്മുടെ ലോക്കൽ റിസോഴ്സസിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സസ് വിത്ത് ലെസ് ഡിപ്പെൻഡൻസി ഓൺ എക്സ്റ്റേണൽ ഇൻപുട്സ് ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അതിനെയാണ് നമ്മൾ ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, നാച്ചുറൽ റിസോഴ്സസിന്റെ ഒക്കെ ഒരു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നടക്കാനായിട്ടുള്ള കാരണമാകാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം എന്താണ്, നമ്മുടെ LEIA ആണെങ്കിലും HEIA ആണെങ്കിലും അത്ര നല്ലതല്ല എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ നമ്മൾ ഒരു പുതിയൊരു സംഭവം വന്ന്, അതാണ് നമ്മുടെ LEISA, LEISA, അതായത് ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. അപ്പൊ ഇവിടെ എന്താണ്, ഒരു സസ്റ്റൈനബിൾ എന്ന് പറയുന്ന ഒരു ടേമും കൂടെ കൊണ്ടുവന്നു. അതായത് ഇതൊരു ഫോം ഓഫ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആണ്, ദാറ്റ് സസ്റ്റെയിൻസ് അല്ലെങ്കിൽ ദാറ്റ് എംഫസൈസസ് ദ യൂസ് ഓഫ് ലോക്കൽ റിസോഴ്സസ് and knowledge to minimize external inputs such as fertilizers, pesticides and energy. ഓക്കെ, ഇവിടെ ലീസ എന്ന് പറയുന്നത് റിലൈസ് മോസ്റ്റ്ലി ഓൺ ഇൻപുട്സ് ഫ്രം ലോക്കൽ ഫാം, വില്ലേജസ് ഓർ റീജിയൻസ് ആൻഡ് ഡെലിബറേറ്റ് ആക്ഷൻ ഈസ് ടേക്കൺ ടു എൻഷുർ സസ്റ്റൈനബിലിറ്റി. അതായത് ഇതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെത്തേഡ് വഴി നമ്മൾ സസ്റ്റൈനബിലിറ്റി മീറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് എ ലിവിങ് സോയിൽ, അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് ബയോഡൈവേഴ്സിറ്റി, പിന്നെ നമ്മുടെ റിസോഴ്സസിനെയൊക്കെ റീസൈക്കിൾ ചെയ്യുക, ആൻഡ് നാച്ചുറൽ പെസ്റ്റ് മാനേജ്മെന്റ്. ഇതൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലീസ ടെക്നിക് ഇൻവോൾവ്സ് ദ ഫോളോയിങ്. അപ്പൊ ഇത് എന്തൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ technique of crop production that relies on the use of natural fertilizers and pest control measures rather than synthetic chemicals. നമ്മൾ സിന്തറ്റിക് കെമിക്കൽസോ ഫെർട്ടിലൈസേഴ്സോ ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ മാനുവൽസും ബയോ ഫെർട്ടിലൈസേഴ്സും അതുപോലെ ബയോ പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇതുവഴി എന്ത് ചെയ്യും, നമ്മുടെ സോയിൽ ഫെർട്ടിലിറ്റി നല്ല രീതിക്ക് ഇംപ്രൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ ഇൻപുട്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയുന്നു. ഇതുവഴി നമുക്ക്
സസ്റ്റൈനബിലിറ്റി നമ്മുടെ ഫാമിംഗ് സിസ്റ്റത്തിൽ സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരാനായിട്ടും സഹായിക്കുന്നു. ഓക്കെ, അടുത്തത് അഗ്രോ ഫോറസ്ട്രി. അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അഗ്രികൾച്ചർ സിസ്റ്റത്തിൽ നമ്മൾ ട്രീസിനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുന്നത്. ഒന്നുകിൽ എന്ത് ചെയ്യും, നമ്മുടെ എയ്തർ ബൈ പ്ലാന്റിംഗ് ട്രീസ് എമംഗ് ക്രോപ്സ് ഓർ ബൈ പ്ലാന്റിംഗ് ക്രോപ്സ് അണ്ടർ ദ ഷെയ്ഡ് ട്രീസ്. നമ്മുടെ ക്രോപ്പ് നട്ടിരിക്കുന്നതിന്റെ സൈഡിൽ നമുക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ട്രീസിന്റെ ഷെയ്ഡിൽ പോയി ക്രോപ്സിന് നടുകയോ ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഗ്രോ ഫോറസ്ട്രി സിസ്റ്റം വഴി നമുക്ക് ലീസ കൺസെപ്റ്റ് എത്തിച്ചേരാനായിട്ട് സഹായിക്കും. ഇതെന്ന് പറയുന്നത് കുറെ ബെനിഫിറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മുടെ സോയിൽ ഫെർട്ടിലിറ്റി, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, സോയിൽ ഇറോഷനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുന്നത്. പിന്നെ ക്രോപ്പ് റൊട്ടേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. നമ്മുടെ ക്രോപ്സിനെ ഓൾട്ടർനേറ്റ് ചെയ്ത് നടുന്നതിനെയാണ് നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ, അതായത് നമ്മുടെ ലാൻഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ക്രോപ്സിനെ മാറ്റി മാറ്റി കൊടുക്കുന്നു, അതിനെയാണ് നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സോയിൽ ഫെർട്ടിലിറ്റിയെ ഇംപ്രൂവ് ചെയ്യാം, അതുപോലെ തന്നെ പെസ്റ്റ് ആൻഡ് ഡിസീസ് അറ്റാക്കിനെയൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് എ റേഞ്ച് ഓഫ് പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ്. അതായത് നമ്മുടെ മെക്കാനിക്കലോ ഫിസിക്കലോ കെമിക്കലോ ബയോളജിക്കലോ എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു ഇന്റഗ്രേറ്റഡ് മാനറിൽ നമുക്ക് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡിനെ നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് എയിംസ് ടു റെഡ്യൂസ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം, സിന്തറ്റിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സിനെ നമുക്ക് വളരെ കുറച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കൺസർവേഷൻ ടില്ലേജ് ഇൻവോൾവ്സ് റെഡ്യൂസിങ് ദ എമൗണ്ട് ഓഫ് ടില്ലേജ് യൂസ്ഡ് ഇൻ ദ ക്രോപ്പ് പ്രൊഡക്ഷൻ. ടില്ലേജ് കുറയുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ, നമുക്ക് സോയിൽ ഇറോഷൻ കുറച്ച് അതുപോലെ സോയിൽ സ്ട്രക്ചറിനെയും സോയിൽ ഫെർട്ടിലിറ്റിയൊക്കെ ഒന്ന് നല്ല രീതിക്ക് ഇംപ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ലൈഫ് സ്റ്റോക്കിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ എന്താ പറയാ ഈ ഫാമിംഗ് സിസ്റ്റത്തിൽ നല്ലതാണ്, ഈ ലീസ ടെക്നിക്കിൽ നല്ലതാണ്. അതുവഴി എന്ത് ചെയ്യാം, നമുക്ക് ഈ ആനിമൽസിന്റെ മാനുവർ, അത് ആനിമലിന്റെ നമ്മുടെ എന്താ പറയാ എക്സ്ക്രീറ്റ എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ ഒരു മാനുവർ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഈ ലൈഫ് സ്റ്റോക്സിനെയൊക്കെ നമുക്ക് യൂസ് ചെയ്ത് വീഡ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വാട്ടർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ടെക്നിക്സ് ലൈക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഇറിഗേഷൻ മാനേജ്മെന്റ് ഒക്കെ നമുക്ക് വാട്ടർ യൂസ് എഫിഷ്യൻസി കൂട്ടാനായിട്ടൊക്കെ സഹായിക്കും. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഓർത്തിരിക്കാൻ ലീസ ടെക്നിക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓർഗാനിക് ഫാമിംഗ് വരുന്നുണ്ട്, അഗ്രോ ഫോറസ്ട്രി വരുന്നുണ്ട്, അതുപോലെ ക്രോപ്പ് റൊട്ടേഷൻ, IPM, കൺസർവേഷൻ ടില്ലേജ്, ലൈഫ് സ്റ്റോക്ക് ഇന്റഗ്രേഷൻ, വാട്ടർ മാനേജ്മെന്റ്, ഇതൊക്കെ നമ്മുടെ ലീസയ്ക്കകത്ത് വരുന്നതാണെന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, അതുപോലെ ഫുഡ് സെക്യൂരിറ്റിയിൽ ഒരു ഇൻക്രീസ് ഉണ്ടാക്കുക, പിന്നെ ഇംപ്രൂവ്ഡ് ലൈവ്ലിഹുഡ്സ്, പിന്നെ അതുപോലെ തന്നെ എൻഹാൻസ്ഡ് സോഷ്യൽ ഇക്വിറ്റി, അഡാപ്റ്റബിലിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ ലീസയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നമ്മുടെ എക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലീസ് നോക്കുമ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ ഒരു ഫേവറബിൾ, നമ്മുടെ ഗ്രോത്തിന് പറ്റുന്ന ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കൊണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുന്നു ബൈ ആഡിങ് ഓർഗാനിക് മാനുവർ. പിന്നെ ഓൾസോ എന്താണ്, മെയിൻറ്റെയിനിങ് ന്യൂട്രിയൻ കണ്ടന്റ്, നമ്മുടെ സോയിലിലുള്ള ന്യൂട്രിയൻ കണ്ടന്റിനെയൊക്കെ ഒരു ഒപ്റ്റിമൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് പ്രൊപ്പോർഷനിൽ വെക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ക്രോപ്പ് റൊട്ടേഷൻ പോലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതോടുവഴി നമുക്ക് അൺഅവൈലബിൾ ആയിട്ടുള്ള ഡീപ് സോയിൽ ലെയറിലുള്ള ന്യൂട്രിയൻസിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. റീസൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസും അതുപോലെ എന്താ പറയുന്നത്, നമ്മുടെ മൈക്രോ ക്ലൈമറ്റിക് കണ്ടീഷൻസിനെയൊക്കെ ഒന്ന് നല്ല രീതിക്ക് കൺട്രോൾ ചെയ്ത് വെക്കാനൊക്കെ സഹായിക്കും. പിന്നെ ലോസ് ഓഫ് റിസോഴ്സസ് കോസ്ഡ് ബൈ പെസ്റ്റ് ആൻഡ് ഡിസീസസിനെ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ബയോഡൈവേഴ്സിറ്റിയൊക്കെ നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ലീസ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് കൺസെപ്റ്റ് ഹോംസ്റ്റെഡ് ഫാമിംഗ് സിസ്റ്റം. ഹോംസ്റ്റെഡ് ഫാമിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, നമ്മുടെ ഹോം ഗാർഡൻസ് എന്നൊക്കെ പറയുന്ന ആ സംഭവം തന്നെയാണ് നമ്മുടെ ഹോംസ്റ്റെഡ് ഫാമിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്.
It is a well-established land use system where different crops, including trees, are combined with livestock. നമ്മുടെ ക്രോപ്സും ട്രീസും, അതായത് നമ്മുടെ വീട്ടിന്റെ ബാക്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കൃഷി തന്നെ നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഹോം സ്റ്റെഡ് ഫാമിംഗ്, ഹോം ഗാർഡൻ. അവിടെ എന്താ, ട്രീസ് കാണും, അതുപോലെ ലൈഫ് സ്റ്റോക്സ് കാണും, പിന്നെ ക്രോപ്സ് കാണും. അതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹോം സ്റ്റെഡ് ഫാമിംഗ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. എ ജുഡീഷ്യൽ മിക്സ് ഓഫ് അഗ്രികൾച്ചറൽ എന്റർപ്രൈസസ് ലൈക്ക് ഡയറി, poultry, poultry, fishery, etc. suited to the given agroclimatic condition not only supplement the income of farmer but also helps in increasing the farmer labor employment. ഈ സിസ്റ്റം വഴി നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഫാമേഴ്സിന്റെ ബേസിക് നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഹോം സ്റ്റെഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പോർഷൻ.